ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടു ജോലികൾ ചെയ്യുമ്പോൾ ഉള്ള മടുപ്പ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അതെങ്ങനെ നമുക്ക് കുറച്ചെടുക്കാം, എങ്ങനെ കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാം എന്നതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ കുറച്ച് ഐഡിയാസും ടിപ്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. എത്ര നമ്മൾ ഹോം മേക്കിംഗ് എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും കാര്യം ഇച്ചിരി മടുപ്പുള്ളൊരു പണിയാണ് അല്ലേ. എല്ലാ ദിവസവും ഒരുപോലെ തന്നെ കുക്കിംഗ്, ക്ലീനിങ്, എന്തായാലും നമുക്കൊരു ബ്രേക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമല്ല ഈ ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്കിത് ഒഴിവാക്കാനും പറ്റില്ല. ഒരു ഹോം മേക്കറാണോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റാത്ത ഒരു ജോലി ഉണ്ടെങ്കിൽ അതൊരു ഹോം മേക്കറുടെയാണ്. കുക്കിംഗ്, ക്ലീനിങ്, കുട്ടികളുടെ കാര്യങ്ങൾ, പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം. അപ്പോൾ വീട് ഓർഗനൈസ്ഡായി കിടക്കാത്തതാണ് ഒരു പ്രധാന പ്രശ്നം. പലപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ഭയങ്കര മടുപ്പാണ്. വീട് കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും അല്ലേ. ഒട്ടും ഒതുക്കമില്ലാത്ത വീട് എങ്ങനെ ഒതുക്കിയാലും വൃത്തിയാവില്ല, എത്ര പണിയെടുത്താലും തീരില്ല. ഇതൊക്കെയല്ലേ നമ്മുടെ എപ്പോഴത്തെയും കംപ്ലൈൻറ്റ്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വീട്ടിലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. സാധനങ്ങൾ കുറയ്ക്കാതെ വീട് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് സാധനങ്ങൾ കുറയ്ക്കാൻ വേണ്ടി. ഞാൻ ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടിയാൽ അതൊരുപാട് സ്ട്രെസ്സ് തരുന്നുള്ള കാര്യം, വീട് ഓർഗനൈസ് ആവില്ല എന്നുള്ള കാര്യം പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഐറ്റംസ് നമ്മുടെ വീട്ടിലുണ്ടാവും. അതുപോലെ നമ്മൾ കുറേ കാശ് കൊടുത്ത് വാങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു വെക്കുന്ന ഒരുപാട് ഐറ്റംസും ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ പണികൾ കുറയാൻ, വീട് നല്ല ഭംഗിയായി വെക്കാൻ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കാതെ വേറെ ഒരു നിവൃത്തിയില്ല. അതിനെയാണ് നമ്മൾ ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ചെയ്ത് നിർത്തേണ്ട ഒരു കാര്യമല്ല ഡീക്ലട്ടറിങ്. ഒരു 3 മാസം 6 മാസം മിനിമം നമ്മൾ 1 വർഷം കൂടുമ്പോഴെങ്കിലും നമ്മൾ എന്തായാലും ഡീക്ലട്ടറിങ് ചെയ്യണം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക. കഴിഞ്ഞ 6 മാസം തീരെ ഉപയോഗിക്കാത്ത സാധനങ്ങൾ എന്തായാലും എടുത്ത് മാറ്റിയേക്കുക. അപ്പോൾ എത്ര ചെറിയ വീടാണെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപയോഗമുള്ള സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സ്പേസ് കിട്ടുന്നു. അതുപോലെ നമ്മുടെ വീട്ടിലെ സ്റ്റോറേജ് സ്പേസിനനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. കഴിയണതും അതിൽ കുറച്ച് സാധനങ്ങൾ നിർത്താൻ ശ്രദ്ധിക്കുക. കുറേ സ്റ്റോറേജ് ഉണ്ടെന്ന് കരുതി സാധനങ്ങൾ കളയാതിരിക്കരുത്. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാറ്റുന്നതിലൂടെ നമുക്ക് ഒതുക്കി വെക്കാൻ കുറേ സ്പേസ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. കൂട്ടത്തിൽ നമ്മുടെ പണികളും വേഗം തീരും. പിന്നെ പലർക്കും ഉള്ള ഒരു പരാതിയാണ് വീട്ടുകാർ ഒന്നിനും സഹകരിക്കണില്ല എന്നുള്ളത്. നമ്മൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, പക്ഷേ വേറൊരാൾക്കും വീട് ഒതുങ്ങി കിടക്കണമെന്ന് ഒരു താല്പര്യവും ഉണ്ടാവില്ല. മിക്കവാറും വീട്ടമ്മമാരുടെ ഒരു ഡയലോഗാണ്, ഞാൻ ഒഴിച്ച് ഈ വീട്ടിൽ ഒരാൾക്കും വീടൊന്നും ഒതുങ്ങിക്കിടക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. കുട്ടികൾ സാധനങ്ങൾ വലിച്ചു വാരിയിടുന്നു, അതുപോലെ ഹസ്ബൻഡ് സാധനങ്ങൾ കറക്റ്റായിട്ട് എടുത്തു വെക്കുന്നില്ല, മുതിർന്നവരുണ്ടെങ്കിൽ അവർ സഹകരിക്കുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു മെയിൻ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവരെയും ചേഞ്ച് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ അത് നടക്കില്ല. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്, നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുക, ഒന്ന് മോട്ടിവേറ്റഡ് ആയി ഒരു ഓർഗനൈസ്ഡ് ലൈഫിലോട്ട് നമ്മളൊന്ന് മാറാൻ ശ്രമിക്കുക. പയ്യെ അവരും നമ്മളെ ഫോളോ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും കംപ്ലൈൻറ്റ് പോലെ പറയാതെ സ്നേഹത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് നോക്കുക. അതുപോലെ മാക്സിമം നമ്മുടെ മുറി വൃത്തിയായി കൊണ്ടുനടക്കാൻ ശ്രദ്ധിക്കുക. ഒരു കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ താല്പര്യം കൂടി നോക്കണം. നമ്മളിപ്പോൾ ഒതുക്കിയിടുന്ന പോലെ എല്ലാ സാധനങ്ങളും ചിലപ്പോൾ കബോർഡിലോട്ട് ഒതുക്കി വെക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ കാണുന്ന ഏരിയയിൽ ഹാങ് ചെയ്ത് എടുക്കുന്നതായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ എപ്പോഴും ഒരു കടുംപിടുത്തത്തിൽ കൂടെ പോകാതെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ താല്പര്യം കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഓർഗനൈസ്ഡ് ആവാൻ ശ്രമിക്കുക. ഇനി കുറേ പേർക്കെങ്കിലും ഉണ്ടാവും, എന്തിനാണ് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആവുന്നത്, എന്തിനെപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്, കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നപ്പോൾ എന്താ കുഴപ്പം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വീട് നല്ല ഒതുങ്ങി കിടക്കുന്നത് കാണുമ്പോൾ, കിച്ചൺ നല്ല നീറ്റായി കിടക്കുമ്പോൾ രാവിലെ പണികൾ തുടങ്ങാൻ നമുക്ക് തന്നെ ഒരു നല്ലൊരു എനർജി മോട്ടിവേഷനാണ് അല്ലേ. നേരെ മറിച്ച് തലേന്നത്തെ പാത്രം മുഴുവൻ സിങ്കി കിടപ്പുണ്ടെങ്കിൽ, കൗണ്ടർ ടോപ്പ് അലമ്പായി വൃത്തിയേടായി കിടക്കുകയാണെങ്കിൽ, സാധനങ്ങൾ വലിച്ചു വാരി കിടക്കുകയാണെങ്കിൽ പണി തുടങ്ങാൻ എന്തെങ്കിലും ഒരു ഇഷ്ടം നമുക്കുണ്ടാവുമോ. പിന്നെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ കിച്ചൺ ക്ലീനിങ് ആണ് ആദ്യത്തെ പണി. പിന്നെ വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ, അത് കഴിഞ്ഞ് ലഞ്ച്. അപ്പോൾ നമ്മളൊരു മടുപ്പിക്കുന്ന പണി വെച്ചിട്ടാണ് നമ്മുടെ ഡേ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ അന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരിക്കുമോ? അല്ല.
അപ്പോൾ എല്ലാം ഒന്ന് ഓർഗനൈസ്ഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റിയും പോസിറ്റീവ് എനർജിയും എല്ലാം കിട്ടുന്നു. ഒരു ഒതുക്കമില്ലാത്ത വീട്ടിലെ പണികൾക്ക് ഒരു അവസാനവും ഉണ്ടാവില്ല. പലർക്കും നല്ലൊരു ഓർഗനൈസ്ഡ് ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അവരുടെ പല സാഹചര്യങ്ങൾ കാരണം ഇതൊന്നും സാധിക്കാതെ പോകുന്നവരുണ്ടാവും. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും. അവരുടെ ടൈമിംഗ് ഭയങ്കര ഓഡായിരിക്കും. ജോലി സമയം കഴിഞ്ഞ് വന്ന് ഇതൊക്കെ ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവില്ല, സമയവും ഉണ്ടാവില്ല. ഇനി ചിലർക്കാണെങ്കിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അവരുടെ പുറകെ ആയിരിക്കും. അപ്പോൾ പിന്നെയും വീട് ചീത്തയാകുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പായിരിക്കും. ഇനിയത്തെ കൂട്ടർ തന്നെ നമ്മളൊരു കൂട്ടുകുടുംബത്തിലാണെങ്കിലും നമ്മൾ തന്നെ ഇതൊക്കെ പലരുടെയും കാര്യങ്ങൾ വരുമ്പോൾ അപ്പോഴും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും. ഇതിൽ ചെയ്യാവുന്നത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മോൾഡ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീക്കെൻഡ്സ് കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് കുറേ സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗ്രാജ്വലി നമുക്കിതെല്ലാം നന്നായിട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ചെറിയ കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ നമ്മളൊരു മെയ്ഡിനെ നിർത്താൻ നോക്കുക. അതുപോലെ നമ്മുടെ ഇൻലോസിൻ്റെയോ നമ്മുടെ അച്ഛനമ്മമാരുടെയോ അതുപോലെ മറ്റാരുടെയെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടാൻ നോക്കുക. എപ്പോഴും ഒരു കംപ്ലയിൻറ്റ് ബോക്സ് ആവാതെ ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലും എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് കിടപ്പുണ്ടാവും എന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവാണ് നമ്മുടെ കഴിവ്. അതായിരിക്കും നമ്മുടെ പ്രോബ്ലംസിനുള്ളൊരു സൊല്യൂഷൻ. പിന്നെ എല്ലാ പണികളും നമ്മൾ പെർഫെക്റ്റ് ആവണമെന്ന് വാശി പിടിക്കാണ്ടിരിക്കുക. ഒരുവിധം സ്മൂത്താക്കി കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നിടത്താണ് സക്സസ്. ഇപ്പോൾ കൊച്ചു കുട്ടികളിലെ അമ്മമാരുടെ പ്രോബ്ലംസ് എല്ലാം അവരൊന്ന് വലുതാവുന്നതോടുകൂടി അവസാനിക്കും. പിന്നെ എല്ലാം നമുക്കൊരു റൊട്ടീനിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മളുള്ള സമയത്തിൽ അന്നന്നത്തെ ബേസിക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഈ പണികളെല്ലാം പെൻഡിങ് വെച്ച് നമ്മൾ TV, യൂട്യൂബ്, വാട്സാപ്പ് ഇതെല്ലാം കണ്ട് ഇതിനൊക്കെ ശേഷമാണ് നമ്മുടെ അത്യാവശ്യം പണികൾ ചെയ്യാൻ വരുവാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. നമ്മൾ ആദ്യം ചെയ്യുന്നതിനേക്കാളും ഇരട്ടി സ്ട്രെസ്സും ആയിരിക്കും ചെയ്തു തീർക്കാൻ വേണ്ടി. അപ്പോൾ നന്നായി ഒന്ന് പ്ലാൻ ചെയ്ത് നല്ലൊരു റുട്ടീനൊക്കെ ഉണ്ടാക്കി വേഗത്തിൽ പണികൾ ചെയ്തു തീർത്താൽ പിന്നെ നമുക്ക് കുറേ ഫ്രീ ടൈം കിട്ടും. നല്ലൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി അതിലെ പണികൾ വേഗം ചെയ്തു തീർക്കുക. ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ പലർക്കുള്ള പരാതിയാണ് എല്ലാം ചെയ്യാൻ മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷേ സമയം കിട്ടുന്നില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ എക്സ്ട്രാ സമയം നമുക്ക് കിട്ടുന്നത്? എങ്ങനെ നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഉണ്ടാക്കിയെടുക്കാം? അപ്പോൾ ഒരു ദിവസം ഉറക്കത്തിന് എന്തായാലും നമ്മൾ കൃത്യമായ സമയം മാറ്റി വെക്കണം. കാരണം നന്നായി ഉറങ്ങിയാലേ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ എഴുന്നേൽക്കുന്നതിലും ഒരു അരമണിക്കൂർ ഒന്ന് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് പണികളെല്ലാം രാവിലെയാണ്. കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും നമ്മളെല്ലാ കാര്യവും രാവിലെയാണ് ചെയ്തു തീർക്കുന്നത്. അപ്പോൾ രാവിലെയാണ് നമുക്ക് ഏറ്റവും അധികം സമയം ആവശ്യമായിട്ട് വരുന്നത്. അരമണിക്കൂർ എക്സ്ട്രാ നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. അപ്പോൾ രാത്രി അതിനനുസരിച്ച് നേരത്തെ ഉറങ്ങാനും ശ്രമിക്കുക. ഒരു മാക്സിമം 10-10:30 അത് കഴിഞ്ഞ് നമ്മൾ പോവാതിരിക്കുക. അപ്പോൾ രാവിലെ അത് കഴിഞ്ഞിരുന്നാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ രാവിലെ ഒരു 5, 5:30, 6 മണി ഇതിലേതെങ്കിലും ഒരു ടൈം ചൂസ് ചെയ്യുക നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്. അപ്പോൾ നേരത്തെ കിടക്കാനും നേരത്തെ എഴുന്നേൽക്കാനും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ രാത്രിയാണ് കൂടുതൽ പ്രൊഡക്റ്റീവെങ്കിൽ എല്ലാ പണികളും ഒതുക്കി വെച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ രാത്രി കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് രാവിലെ കുറച്ച് കൂടുതൽ നേരം കിടന്നുറങ്ങുക. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് ആ സമയത്ത് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കുക. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി കണ്ടുപിടിക്കുക. എന്നും ഈ കുക്കിംഗ് ക്ലീനിങ് അല്ലാതെ മറ്റെന്തെങ്കിലും ക്രാഫ്റ്റോ തയ്യലോ എന്തെങ്കിലും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളൊരു ആക്ടിവിറ്റി കണ്ടുപിടിച്ചാൽ അത് നമ്മുടെ ഒരു ഫേവറേറ്റ് ടൈമായിരിക്കും അല്ലേ? അപ്പോൾ ചിലർക്ക് പിന്നെ ഫിറ്റ്നസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പുറത്ത് നടക്കാൻ പോകുന്നതായിരിക്കും, ചിലർക്ക് ബുക്ക് വായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ ഏത് ആക്ടിവിറ്റിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമെന്ന് കണ്ടുപിടിച്ച് അതിനൊരു ഫിക്സഡ് ടൈം അലോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മോർണിംഗോ ഈവനിങ്ങോ എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷനായിരിക്കും രാവിലെ ഈ പണികളൊക്കെ വേഗം ഒതുക്കി വെച്ചിട്ട് സിനിമ കാണാനോ, ചിലർക്ക് സിനിമ കാണാനായിരിക്കും ഇഷ്ടം. അപ്പോൾ എല്ലാം ഒതുക്കി വെച്ചിട്ട് ആ ഒരു ടൈമിലിരുന്നിട്ട് ഇഷ്ടമുള്ളൊരു നെറ്റ്ഫ്ലിക്സ് മൂവി കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനൊരു 1.5 മണിക്കൂർ കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ വേഗം പണി തീർത്ത് നമുക്കതിന് സമയം കണ്ടെത്താം. അപ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിൽ ഹാപ്പി ആവുന്നു. അപ്പോൾ തന്നെ പണികൾ ചെയ്യാനുള്ള ആ മടുപ്പ് മാറിക്കിട്ടുന്നു. നമുക്കറിയാം പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടി.
പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു മെയിൻ ഡിസ്ട്രാക്ഷനാണ് മൊബൈൽ. പണ്ട് ഇത് ടി വി ആയിരുന്നു, പക്ഷേ ടി വി ലിവിങ് റൂമിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ മൊബൈലിൽ യൂട്യൂബ് വീഡിയോ കാണുക എന്നാണ് നമ്മുടെയൊക്കെ മെയിൻ പണി. കിച്ചണിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ എന്തായാലും അത് ഓണാക്കി വെച്ചിട്ടുണ്ടാവും. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നോക്കണം. അത് ടൈം വേസ്റ്റ് ചെയ്യാതെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ കൂടുതൽ പേരും ഡിസ്ട്രാക്റ്റഡ് ആവാനാണ് ചാൻസ്. പക്ഷേ നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, നല്ലൊരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടും കേട്ടും ഒക്കെ നമുക്കത് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ കഴിയണതും മൊബൈൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മുടെ പണികളൊക്കെ വേഗം തീർത്തിട്ട് അതിന് വേണ്ടിയൊരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അത് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക. എന്തായാലും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നോക്കുക. പിന്നെ നമ്മൾ പണികളൊക്കെ പെൻഡിങ് വെച്ച് യൂട്യൂബൊക്കെ കണ്ട് പിന്നെ വന്ന് പണിയെടുക്കുമ്പോൾ നമുക്ക് ഈ പണിക്കൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു റൂട്ടീൻ ഫോളോ ചെയ്യുക. ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് രാവിലെ തന്നെ നമുക്കറിയാൻ പറ്റും ഇന്ന പണികളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന്, അല്ലേ? അപ്പോൾ അതിനാണ് നമ്മളൊരു ടു ഡു ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടു ഡു ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട്. റൈറ്റിങ്ങിൽ നമ്മൾ കാണുകയാണ് എന്തൊക്കെ പണികളാണ് നമ്മുടെ മുന്നിൽ ചെയ്യാൻ കിടക്കുന്നതെന്ന്. നമ്മളത് മനസ്സിൽ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ ഓരോന്നിനും നമ്മളൊരു ടൈമും കൂടി സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്കറിയാം നമ്മൾ ആ ഒരു ടൈമിൽ അത് ചെയ്ത് തീർത്തില്ലെങ്കിൽ അത് പെൻഡിങ് എടുക്കും. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പോലെയാണ് ഈ ടു ഡു ലിസ്റ്റ്. നമ്മളെ വന്ന് റിമൈൻഡ് ചെയ്യാണ്, ഇത് ചെയ്തില്ലെങ്കിൽ ഇത് പെൻഡിങ് എടുക്കും കേട്ടോ, പിന്നെ ഭയങ്കര സ്ട്രെസ് ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു നമ്മുടെ ഒരു ഫ്രണ്ടാണ് ടു ഡു ലിസ്റ്റ്. സോ നമ്മൾ ഡെയിലി ഒന്ന് പ്ലാൻ ചെയ്യുക, നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. പലരും മനസ്സിൽ നന്നായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നവരുണ്ട് കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ ആളുകൾക്കൊക്കെ ഇപ്പോൾ ടു ഡു ലിസ്റ്റ് ഉണ്ടായിട്ടാണോ? അവരൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്തിരുന്നല്ലേ. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്ത് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും പയ്യെ ഒന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങുക. കാരണം എൻ്റെ അനുഭവമാണ്, ഞാൻ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ തുടക്കത്തിലൊക്കെ വീട്ടുജോലി ചെയ്യാനാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ പണികൾ തീരാതെ സ്ട്രഗിൾ ചെയ്ത് വന്നപ്പോൾ എങ്ങനെ ഇത് ഓർഗനൈസ്ഡ് ആയി മാറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പ്ലാനിങ്ങിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ മറ്റുള്ളവർ സഹകരിച്ചില്ല, നമ്മൾ മാത്രമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. പയ്യെ ബാക്കിയുള്ളവരും നമ്മുടെ കൂടെ കൂടുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ഫസ്റ്റ് ഡേ ഒക്കെ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അവരും നമ്മുടെ കൂടെ ചെയ്യണമെന്നൊന്നും നമുക്ക് ചിലപ്പോൾ നിർബന്ധം പിടിക്കാൻ പറ്റില്ല. കുറേ നാൾ കഴിയുമ്പോൾ വീടൊക്കെ നീറ്റായി വരുമ്പോൾ മറ്റുള്ളവരും നമ്മുടെ കൂടെ കൂടാൻ തുടങ്ങും. അപ്പോൾ നല്ലൊരു റുട്ടീനൊക്കെ ഉണ്ടാക്കി നമ്മളിന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പയ്യെ നമ്മളൊരു ഓർഗനൈസ്ഡ് ലൈഫിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഓർഗനൈസ്ഡ് ലൈഫിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടുജോലികൾ ചെയ്യാൻ നമുക്ക് ഒരു മടുപ്പും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ചൊക്കെ ഒന്ന് മോട്ടിവേറ്റഡ് ആയി എന്ന് വിചാരിക്കുന്നു. മിക്കതും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാനിത് എന്നോട് തന്നെ പറയുന്ന കുറേ കാര്യങ്ങളാണ്. ഞാനും ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു ആളാണ്. പക്ഷേ നമ്മൾ വീണ് പോയാലും നമ്മൾ വീണ്ടും എഴുന്നേറ്റ് വന്ന് വീണ്ടും തുടങ്ങുമല്ലോ, അല്ലേ? അപ്പോൾ നിങ്ങൾക്കും കൂടി ഇതൊരു മോട്ടിവേഷനും നിങ്ങളുടെ കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.